എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ദുആ ഇരക്കുമ്പോൾ എന്റെ മകന് വേണ്ടി എന്റെ അനസിന് വേണ്ടി ദുആ ഇരക്കണേ നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? ഈ ഖബർ നന്മകൾ ലഭിക്കാൻ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ഇരക്കുകയാണ്. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ ദുആ ഇരന്നത് എന്തെന്നറിയോ? അല്ലാഹുമ്മ ർസുഖുഹും മാലാ, അല്ലാഹുമ്മ ർസുഖുഹും മാലാ വവലദൻ വബാരിക് ലഹു. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ സമ്പത്ത് നൽകണേ അല്ലാഹ്, അദ്ദേഹത്തിന് നീ മാല് നൽകണേ അല്ലാഹ്, അദ്ദേഹത്തിന് നീ മക്കളെ നൽകണേ അല്ലാഹ്, അദ്ദേഹത്തിന് നീ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കുറെ നാളുകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്, അറിയിക്കുകയാണ്, അന്ന് പാവപ്പെട്ടവനായിരുന്നു ഞാൻ. യാതൊരു രീതിയിലും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കുവാൻ പോലും യാതൊരു രീതിയിലുമുള്ള ഒരു അവസ്ഥ, ഒരു സ്ഥിതി, ഒരു വിശേഷണം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഹബീബേ. പിന്നീട് മദീനയിൽ അൻസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണക്കാരനായി അദ്ദേഹം മാറുകയാണ്. ലോകത്തിന് കൊടുക്കുന്ന ചരിത്രമാണ്, ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്റ്റോറിയാണ്, ഏറ്റവും വലിയ മെസ്സേജസ് ആണ്. പഠിക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അവന്റെ ഹബീബിലേക്കും അവിടുത്തെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ജീവിതം നയിച്ചതായ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ പൊരുത്തം കാംക്ഷിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ദുആയിരുന്ന ദുആ അല്ലാഹു സ്വീകരിച്ചില്ലയോ? പിന്നെ അൻസാരികളിൽ പെട്ട ഏറ്റവും വലിയ രാജാവായില്ലയോ? ഏറ്റവും വലിയ സമ്പന്നനായില്ലയോ? നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ദുആയിരുന്നതിന്റെ ആ ഒരു പ്രതിഫലമാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മ അടക്കം അവിടുന്ന് ദുആയിരുന്ന ആമീൻ പറഞ്ഞ ആ ഒരു സദസ്സിൽ. അതുകൊണ്ട് വലിയ ബഹുമാനിപ്പിക്കപ്പെടേണ്ടതാണ് പ്രാർത്ഥനയുടെ മജ്ലിസ്. ഇന്ന് പ്രാർത്ഥനക്കാണെങ്കിലും നമ്മൾ ദുആയിരക്കുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ഇവിടെ ചൊറഞ്ഞോണ്ടിരിക്കും, ഇല്ലെങ്കിൽ അവിടെ ചൊറഞ്ഞോണ്ടിരിക്കും, ഇല്ലെങ്കിൽ എവിടെയാണോ പോകാനുള്ളത് അവിടെ ഒന്ന് പണ്ടാരടങ്ങാൻ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ള ഒരു ടോക്കിംഗ് വരെ, ഒരു സംസാരം വരെ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു ആശ്രയിക്കുമാറാകട്ടെ, അള്ളാഹു ആശ്രയിക്കുമാറാകട്ടെ. കാരണം ഇവൻ ദ്വാരന്നിട്ട് വേണമല്ലോ ഫുഡ് അടിക്കാൻ. ആ ഒരു ചിന്ത മാത്രമേ ഇവനുള്ളൂ. എങ്ങനെയെങ്കിലും ആ ചെമ്പൊന്ന് പൊട്ടിച്ചാൽ മതി എന്നുള്ള ഒരേ നിയത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നിലകൊള്ളും. അള്ളാഹു ആശ്രയിക്കുമാറാവട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തായാലും അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയവർ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉള്ളവരൊന്നും അല്ല.